സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ പ്രതിസന്ധിയിൽ കമ്പനികൾ ക്രെഡിറ്റ് ഒഴിവാക്കിയതോടെ പെട്രോൾ പമ്പുകൾ പ്രതിസന്ധിയിലായി. ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് കളമശ്ശേരിയിൽ പമ്പ് അടച്ചു. സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം നൽകുന്നതിൽ പമ്പ് ഉടമകൾ നിയന്ത്രണം ഏർപ്പെടുത്തി. നേരത്തെ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് ലിമിറ്റ് കുത്തനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായത് ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്ത എല്ലാ ഡീലറുടെയും ക്രെഡിറ്റ് ബാലൻസ് മാർക്കറ്റിൽ കിടക്കുകയും ആ ക്രെഡിറ്റ് ബാലൻസ് ഡീലർ തന്നെ ഉണ്ടാക്കി കമ്പനിക്ക് അടയ്ക്കേണ്ടതും കൂടാതെ പുതിയ ലോഡ് എടുക്കുന്നതിന് വലിയൊരു എമൗണ്ട് കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു ദുരവസ്ഥ പെട്ടെന്ന് വന്നിരിക്കുകയാണ്. ഈ ദുരവസ്ഥ വന്നാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതായത് പല പമ്പുകളും ഇനി വരുന്ന ഡ്യൂ കോഴ്സിൽ അടയും എന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് കാണാം കേരളത്തില് 10% പമ്പുകൾ അടഞ്ഞു തുടങ്ങി. പെട്രോളും ഡീസലിനും ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില പമ്പുകൾ അടച്ചു തുടങ്ങി. പലയിടത്തും ഡീസൽ കിട്ടാനില്ല. ഇന്ധനക്ഷാമത്തെക്കുറിച്ച് കളമശ്ശേരിയിലെ ഓട്ടോ ഡ്രൈവർ പ്രതികരിക്കുന്നു. ഡീസലും പെട്രോളും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വണ്ടികൾ ഓടാൻ പറ്റൂല എന്നറിയാമല്ലേ. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് തലത്തിൽ അതിനകത്ത് തീരുമാനമെടുത്ത് പെട്രോളിയം വിതരണ കമ്പനിക്കാരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ധാരണ ഉണ്ടാക്കി സാധാരണ ജനങ്ങൾക്ക് വണ്ടി ഓടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് രാവിലെ മുതലേ പമ്പ് അടഞ്ഞിടക്കണം. അപ്പം നിങ്ങൾക്ക് ഓടാനുള്ള ഡീസൽ കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് കിട്ടണില്ല. ഇന്നലെ അടിച്ച ഡീസൽ കുറച്ച് വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഡീസൽ അടിച്ചാലേ നാളെ ഓടാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ഡീസൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഡീസൽ ഇല്ലെങ്കിൽ വണ്ടി ഓടുന്നതെല്ലാം വലിയ പ്രശ്നത്തിലാവില്ലേ? നിങ്ങളുടെ ജീവിതവും പ്രശ്നത്തിലാവില്ലേ? തീർച്ചയായിട്ടും പ്രശ്നത്തിലാണ്. അല്ല, ഓടിക്കൊണ്ടിരുന്നാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ ഓടാതിരുന്ന് കഴിഞ്ഞാൽ പറയാനുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഗവൺമെൻറ് ശ്രദ്ധ ആ വിഷയത്തിൽ പതിയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡീസൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയാവും. ഡീസലും അതെ പെട്രോളും അതെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഓടിയാലാണ് നമ്മുടെ കുടുംബത്തിലോട്ട് അരി മേടിക്കാനായിട്ടുള്ള മാർഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സർക്കാർ ഇതിന് ഉചിതമായ കേന്ദ്ര സർക്കാരായിട്ട് ആലോചിച്ച ഒരു തീരുമാനം എടുത്തിട്ട് ഈ പെട്രോളും ഡീസലും വരുത്താനുള്ള ഒരു മാർഗം കണ്ടെത്തേണ്ടതാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ പല പമ്പുകളും അടഞ്ഞെടുക്കുകയാണ്. പലയിടത്തും ഡീസലില്ല. നിങ്ങളെങ്ങനെയാണ് വണ്ടി ഓടിയത്? ഇന്നലെ അടിച്ച ഡീസലാണ്? ഇന്നലെ അടിച്ച ഡീസലിലാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. വരാണ്ട് നമുക്ക് അടിക്കാനുള്ള വണ്ടി വീട്ടിൽ കയറ്റി ഇടാനേ മാർഗ്ഗമുള്ളൂ നമുക്ക്.